മനുഷ്യൻ പ്രകൃതിയിൽ മനുഷ്യന്റെ ചുറ്റുപാടുകളിൽ നിന്നും അവന്റെ നേർക്കാഴ്ചയിൽ നിന്നും മനസ്സിലാക്കിയ സംഗതികളെ ഭാവനയുടെ സഹായത്തോടെ വിശദീകരണങ്ങൾ നൽകിയതാണ് പല വിശ്വാസ കഥകളുടെയും അടിസ്ഥാനം. ചുറ്റും കണ്ടതിനെയൊക്കെ മനുഷ്യൻ നിരീക്ഷിച്ചതിനെ മനുഷ്യൻ വിശദീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ പല നിരീക്ഷണങ്ങളും നിഗമനങ്ങളും അബദ്ധങ്ങളായിരുന്നു. കാരണം നിരീക്ഷണം, നേർക്കാഴ്ച അല്ലെങ്കിൽ നിരീക്ഷണത്തിൽ മനുഷ്യൻ നേരെ കണ്ട കാഴ്ചകൾ പലതും അയഥാർത്ഥമായിരുന്നു, അബദ്ധജടിലമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കേവല നിരീക്ഷണത്തിലൂടെ മനുഷ്യൻ സൃഷ്ടിച്ചെടുത്ത അറിവുകളും അബദ്ധങ്ങളായി മാറി. അതിലാദ്യത്തെ ഒരു അബദ്ധ നിരീക്ഷണമാണ് ഭൂമി പരന്നതാണ് എന്ന് മനുഷ്യൻ നിരീക്ഷിച്ചു. കാരണം ഭൂമിയുടെ മുകളിൽ നിന്നുകൊണ്ട് നോക്കുന്ന മനുഷ്യന് പരന്ന ഭൂമിയെ നേരിട്ട് കാണാൻ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് ഭൂമിയിൽ നിന്നുകൊണ്ട് ഭൂമി പരന്നതാണെന്ന് നിരീക്ഷിക്കുകയും ഭൂമിയിലിരിക്കുന്ന മനുഷ്യൻ മനുഷ്യനെയും കൊണ്ട് ചലിക്കുന്നതായിട്ട് തിരിച്ചറിയാൻ കഴിയാത്താൽ ഭൂമി ചലിക്കുന്നില്ല എന്ന് നിരീക്ഷിക്കുകയും ആകാശത്തെ മേലോട്ട് നോക്കി നിരീക്ഷിച്ചപ്പോൾ അത് ഭൂമിക്ക് മുകളിൽ ഒരു കുട നിവർത്തി നിൽക്കുന്നതായിട്ട് നിരീക്ഷിക്കുകയും സൂര്യനും ചന്ദ്രനുമൊക്കെ ഈ ആകാശത്തിലൂടെ അങ്ങനെ സഞ്ചരിക്കുന്നതായിട്ട് നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്തു. അതൊക്കെയാണ് ആ നേർക്കാഴ്ചകൾ സത്യമാണ് എന്ന് മനുഷ്യൻ തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധാരണകൾ പല കഥകളിലും നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ നേർക്കാഴ്ചകളെ ഭാവനയുടെ നിറം നൽകിയപ്പോഴാണ് കഥകളുണ്ടായി. ആ കഥകളാണ് പലപ്പോഴും ആദ്യത്തെ വിജ്ഞാന ശകലങ്ങളായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് മനുഷ്യൻ ആദ്യം നിരീക്ഷിച്ച പ്രപഞ്ചത്തിന്റെ ഘടന. കേവല നിരീക്ഷണത്തോടൊപ്പം ചില ഭാവനകൾ കൂടി കൽപ്പിച്ചുകൊണ്ട് മനുഷ്യൻ ആദ്യം കണ്ടെത്തിയ ആൻഷ്യന്റ് കോസ്മോളജി, മനുഷ്യന്റെ ആദ്യത്തെ ഖഗോളശാസ്ത്രം, മനുഷ്യന്റെ ആദ്യത്തെ പ്രപഞ്ച ഘടനാശാസ്ത്രമാണ് ഈ ചിത്രത്തിലൂടെ കാണുന്നത്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു, ഏറ്റവും വലിയ വസ്തു ഭൂമിയാണ്. വട്ടത്തിൽ കാണുന്ന പരന്ന ആ ഭൂമി തന്നെയാണ് പ്രപഞ്ചത്തിന്റെ ഏറ്റവും കേന്ദ്രമായിട്ടുള്ള പ്രധാനപ്പെട്ട വസ്തു. ആ ഭൂമിയുടെ മുകളിൽ കമഴ്ത്തി വെച്ചിട്ടുള്ള ഒരു പളുങ്ക് കുടയാണ് ആകാശം. ബാക്കിയുള്ളത് ഭാവനയാണ്. ആകാശം ഒന്നല്ല, അതിന്റെ മുകളിൽ 6 കൂടി ഉണ്ട്, അങ്ങനെ 7 ആകാശങ്ങളുണ്ട് എന്ന് ഭാവന. ഭൂമി ഒരു പരന്ന സാധനമല്ല, അതിന്റെ താഴേക്ക് വേറെ 6 തട്ടുകൾ കൂടി ഉണ്ട്, അങ്ങനെ 7 ഭൂമികളും 7 ആകാശങ്ങളും കൂടിയുള്ള 14 തട്ടുകളുള്ള ഒരു തട്ടുതളിക പാത്രം പോലെയുള്ള ഒരു സാധനമാണ് പ്രപഞ്ചം എന്ന് മനുഷ്യൻ ഗ്രീക്കിലും ബാബിലോണിയയിലും ഒക്കെ പ്രപഞ്ചത്തെക്കുറിച്ചുണ്ടായിരുന്ന സങ്കല്പം ഇതാണ്. ഇതേ സങ്കല്പം തന്നെയാണ് ഖുറാനും ബൈബിളും പോലെയുള്ള മതഗ്രന്ഥങ്ങൾ, വേദഗ്രന്ഥങ്ങളും വളരെ പച്ചയായി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. പക്ഷെ ഇന്ന് നേരത്തെ നമ്മളെ ഗോപാലകൃഷ്ണന്റെ ഒക്കെ വ്യാഖ്യാനം കണ്ടതുപോലെ ഇതെല്ലാം കരിമ്പ് ജ്യൂസ് മെഷീനിലെ പോലെ വ്യാഖ്യാന ഫാക്ടറിയിൽ ഇടിച്ചു കയറ്റിയിട്ട് ജ്യൂസ് അടിച്ച് ചാറാക്കിയിട്ട് സൗകര്യമുള്ള പാത്രത്തിൽ നിറച്ച് ആധുനിക ശാസ്ത്രം എന്താണോ പറയുന്നത് അതൊക്കെ ആക്കി നമ്മുടെ മുമ്പിലേക്ക് വിളമ്പിത്തരുന്ന ഒരു വിദ്യയാണ് മതരംഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആകാശത്തെ മനുഷ്യൻ നിരീക്ഷിച്ചപ്പോൾ മനുഷ്യന് തോന്നി ആകാശത്തെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ടാണ് നടക്കുന്നത്. കാണുന്ന വസ്തുക്കൾക്കെല്ലാം ഒരു നിശ്ചിതമായ രൂപമുണ്ട്, ഒരു ഷേപ്പുണ്ട്, അതിന്റെ എല്ലാം ചലനം കൃത്യമാണ്, അതിന്റെ എല്ലാം ആവർത്തനം കൃത്യമാണ്,